മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ എഫേസ്യർക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 18 മുതൽ 20 വരെ വാക്യങ്ങൾ. Letter to Ephesians chapter 5 verses 18 to 20. നിങ്ങൾ വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത്, അതിൽ ദുരാസക്തി, മറിച്ച് ആത്മാവിനാൽ പൂരിതരാകുവിൻ. സങ്കീർത്തനങ്ങളാലും ഗാനങ്ങളാലും ആത്മീയ ഗീതങ്ങളാലും പരസ്പരം സംഭാഷണം ചെയ്യും. ഗാനാലാപങ്ങളാൽ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ പ്രകീർത്തിക്കും. എപ്പോഴും എല്ലാറ്റിനും വേണ്ടി നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. എല്ലാ അനുഭവങ്ങൾക്കായും ദൈവത്തിന് സ്തോത്രം പറയാമെങ്കിൽ സംതൃപ്തമായ ജീവിതം നയിക്കുവാൻ സാധിക്കും. സന്തോഷത്തിലും ദുഃഖത്തിലും സ്തോത്രം ചെയ്യുവാൻ സാധിക്കണം. ആപത്തുകളുടെയും കഷ്ടനഷ്ടങ്ങളുടെയും ഉള്ളിലും സ്തോത്രം ചെയ്യുവാനുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അവയെ തേടിപ്പിടിച്ച് സ്തോത്രം ചെയ്യണം. അപ്രകാരം പറയാമെങ്കിൽ അധികം ദാനങ്ങൾ ദൈവത്തിൽ നമുക്ക് ലഭിക്കും. സ്പോർജൻ ഇപ്രകാരം പറഞ്ഞു: കൈപ്പായ അനുഭവങ്ങൾ വേഷന്മാര് വരുന്ന അനുഗ്രഹങ്ങളാണ്. കറുത്ത കവറുകളിൽ ദൈവം അയക്കുന്ന സ്നേഹത്തിന്റെ എഴുത്തുകളാണ്. ക്രൂശിന്റെ പാതയിലൂടെ വരുന്ന അനുഗ്രഹങ്ങളെ മനസ്സിലാക്കി നാം അവയെ സ്വീകരിക്കണം. പ്രസിദ്ധ വേദപുസ്തക പണ്ഡിതനും ഭക്തനുമായ മാത്യു ഹെൻറിയുടെ വിലപിടിപ്പുള്ള പല സാധനങ്ങൾ ഒരു രാത്രിയിൽ മോഷ്ടാക്കൾ എടുത്തുകൊണ്ടുപോയി. അടുത്ത ദിവസം ഡയറിയിൽ അദ്ദേഹം ഇപ്രകാരം എഴുതി: ഞാൻ പല കാര്യങ്ങൾക്കായി സ്തോത്രം പറയുവാൻ കടപ്പെട്ടിരിക്കുന്നു. എന്റെ ധനം മോഷ്ടിച്ചെങ്കിലും എന്നെ കൊല്ലാതിരുന്നതിനാൽ ദൈവത്തിന് സ്തോത്രം. മുഴുവൻ ധനവും കൊണ്ടുപോയില്ലല്ലോ, അതിനായി സ്തോത്രം. പാലും ജലവും ചേർത്ത് കൊടുത്താൽ പാൽ മാത്രം പാനം ചെയ്യുകയും വെള്ളം അവശേഷിപ്പിക്കുകയും ചെയ്യുന്ന അരേനത്തെ പറ്റി ഭാരതീയ പുരാണങ്ങൾ പറയുന്നു. സുഖദുഃഖ സമ്മിശ്രങ്ങളായ ജീവിതാനുഭവങ്ങളിൽ നന്മയായുള്ളതിന് സ്തോത്രം പറയാമെങ്കിൽ ജീവിതം സന്തോഷപ്രദമാക്കാം. തിന്മകളുടെ ഇടയിൽ കണ്ടുപിടിക്കാൻ സാധിക്കുന്ന നന്മകൾക്കായി സ്തോത്രം പറയാം. ലഭിച്ച നന്മകൾ ചുരുക്കമെങ്കിലും നന്ദി പറയുന്നവർക്ക് ദൈവം അധികം അനുഗ്രഹങ്ങൾ തരും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരുന്നു, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.